അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പള്ളിയിൽ മദ്രസയിലാണ് ഇവിടുത്തെ കേരള മദ്രസ. നമ്മുടെ നാട്ടിലത്തെ ഉസ്താദുമാരൊക്കെ ഉണ്ടാവും ഇവിടെ. ചോറ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വരുന്നത് അത്താഴത്തിന്. ഇപ്പം തന്നെ തിരക്കുണ്ടോയെന്നൊന്നും അറിയില്ല, വരി അവിടെ തിരുന്നൊന്നും അറിയില്ല. ഇന്നെന്താ ആരും കാണാല്ലേ? സെഞ്ചി വെച്ചിക്കണോ? ആ ഞങ്ങളിത് നേരത്തെ എത്തും, സെഞ്ചി നേരത്തെ വെക്കാന്നുള്ള പരിപാടിക്കായിരുന്നു. പക്ഷെ അവിടെ ഞങ്ങൾക്ക് ചെയ്യാൻ മാത്രം. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ എവിടെ കഴിച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും സെറ്റിങ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും. കാരണം 27 രാവും കഴിഞ്ഞു. നമ്മൾ 27 രാവിലെ പോയി നിസ്കരിച്ച് നമുക്ക് വലിയ ലഡ്ഡൊക്കെ കിട്ടിക്കൊണ്ട് ഓരോരുത്തർക്കും ഓരോ ലഡ്ഡൊക്കെ കിട്ടി. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കായിട്ട് തന്നെ നിസ്കാരം ഉണ്ടോ സ്ഥലത്തുണ്ടാവും. നമ്മൾ അധികം നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിസ്കരിച്ച് പഴകിയപ്പോൾ പുറത്തുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഇതേമാതിരി നിങ്ങൾ നിസ്കരിക്കാൻ പോയവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഏകദേശം നിസ്കരിക്കാൻ പോയി വന്നിട്ട് കുറച്ച് നേരം ആയുള്ളൂ, കടന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ നീച്ചിട്ടുണ്ട്. അപ്പോൾ വരിയിൽ നിൽക്കുന്നവർ ഞങ്ങൾ എന്നും ലാസ്റ്റ് നിൽക്കുന്നത്. ഇന്നെന്ത് നേരത്തെ വന്നോന്ന്. അത് എപ്പോഴും കുറച്ചൊരു 10-15 ആൾക്കാരെ പിന്നിലായിരിക്കും. ഇന്നൊക്കെ ഒരു 5 ആൾക്കാരുടെ ബാക്കിൽ നിന്ന്. ഇപ്പം ഇനിയും ടൈമുണ്ട്. അപ്പം നമ്മൾ വന്നിട്ട് പാത്രം വെച്ചിട്ട് നമ്മൾ വേറെയും കുറേ അതിശയങ്ങൾ കാണിച്ചു തരാൻ വിട്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇതാണ് ഇവിടുത്തെ കേരള മദ്രസ. അതായത് നമ്മുടെ നാട്ടിലത്തെ മദ്രസ പറയും. തമിഴ്നാട്ടിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ട്. കാരണം ഈ ഒരു ചുറ്റുപറ്റാറും ഫുള്ളും കേരളക്കാരാണ്. നമ്മുടെ കോഴിക്കോട്, മലപ്പുറം അങ്ങനത്തെയുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ. അപ്പോൾ ഇന്നിപ്പോൾ ഈ മദ്രസയുടെ മുമ്പിലാണ് നിൽക്കണേ. ഇവിടുന്നാണ് നമ്മൾ കഞ്ഞി വാങ്ങലും ചോറ് വാങ്ങലൊക്കെ. അപ്പോൾ നമുക്ക് വാങ്ങിയിട്ട് എന്തായാലും പോവാം. ഈ ഡെക്കറേഷൻ കണ്ടില്ലേ? ഞാൻ ഇതുവരെക്കും നാട്ടിൽ ഇങ്ങനെയൊന്നും ഡെക്കറേഷൻ ഞാൻ കണ്ടിട്ടില്ല. കാരണം പെരുന്നാൾ കഴിഞ്ഞിട്ടല്ലേ ദൂരമുള്ളൂ. ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഡെക്കറേഷൻ ഊരുള്ളൂ. ഡെക്കറേഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റിൽ തന്നെ, പക്ഷെ ഇത്രക്കും ഡെക്കറേഷൻ ഉണ്ടായിരുന്നത് അവസാനം ആവുന്തോറുമാണ് ഡെക്കറേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ചോറ് വാങ്ങുന്നതെന്ന് പള്ളിത്തെ ഇനിയൊരു ഡെക്കറേഷൻ. ഇനിയും പോകെ ഇനിയുള്ള ഡെക്കറേഷൻ എന്തായാലും എല്ലാവർക്കും കാണിച്ചു തരാനായിട്ടാണ്. അപ്പോൾ എല്ലാവരും വരി, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ 2 മണി സമയമാണിത്. മാർക്കറ്റൊക്കെ ഇപ്പോൾ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. എല്ലാ ലോഡുകളും ഇപ്പോൾ വന്ന് ഇറങ്ങും. ഇപ്പോൾ ഫ്രൂട്ട്സുകളൊക്കെ ഈ സമയത്താണ് വന്ന് ഇറങ്ങുന്നത്. മനുഷ്യന്മാരുണ്ടോ ഇല്ലയോ? ഫസ്റ്റ് ആര് റോട്ടിലുണ്ടാവുന്നറിയോ? നായി. ഇതാണ് നമ്മുടെ വീഡിയോസിലൊക്കെ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ മാർക്കറ്റാണ് ഇത്. എല്ലാ ഫ്രൂട്ട്സുകളും, പച്ചക്കറി ഇല്ല, ഫ്രൂട്ട്സുകൾ മാത്രമേ ഉള്ളൂ. ഫ്രൂട്ട്സുകൾ, പൂവൊക്കെ ഉണ്ടാവും ഈ നേരത്ത്. ഇതാണ് പൂ മാർക്കറ്റ്. ഇവിടെ 2-3-4 മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാ മാർക്കറ്റും കൂടിയും ഒരേ ഒരു പൂ മാർക്കറ്റേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പൂ മാർക്കറ്റ്. ബാക്കിയൊക്കെ വരിച്ചോടി കിടക്കുന്നുണ്ട്. കുരു ഇതിനുള്ള ആൾക്കാർക്ക് ഉറപ്പില്ല. ഞാൻ ഇട പിടിക്കണമാ. അപ്പോൾ ഈ ദിവസമുള്ള ഇടമല്ല അവർക്ക് ഉണ്ടാവുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്നുള്ളൂ. 3 മണിയിലെന്ന മാർക്കറ്റ് 4 മണിയിലെന്നാണ്. 4 മണിയിലെന്നാണ് അവിടെ നമ്മൾ ഇന്നത്തെ നിസ്കാരം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വരുമ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. പള്ളി അങ്ങേ അറ്റം വരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗേറ്റ് തുറന്ന് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ അതെന്താ സംഭവം വെച്ചാൽ ഇവിടുന്ന് നമുക്ക് ലഡ്ഡു കിട്ടും ചീരിനിയായിട്ട്. ആ ചീരിനി പുറത്തുനിന്ന് പെട്ടെന്ന് ആൾക്കാർ കയറി വരുമ്പോൾ അതൊരു വക്കാണങ്ങൾമാരെയൊക്കെ ആവും, അടിയും വക്കാണം. അത് കാരണം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഇത് ഇനിയൊരു മാർക്കറ്റാണിത്. ഇവിടെയും ഫുള്ളും അടിപൊളി ഡെക്കറേഷനുകളൊക്കെ ഉണ്ട്. ഇവിടെയും ഫുഡ് ഉണ്ടുകൊണ്ട് ഇവിടെ നമ്മൾ ഇല്ല ഫുള്ള് ഡെക്കറേഷനാണ്. നമ്മൾ ഈ വഴിയൊക്കെ ചോറ് വാങ്ങാൻ വേണ്ടിയിട്ട് വരും. കല്യാണം മതി ഇത്
ഞാൻ അതിശയാണ് എനിക്കല്ല, നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇതുവരെക്കും പെരുന്നാൾക്കും കൂടെ ഞാൻ നമ്മുടെ അവിടുത്തെ പള്ളികളൊന്നും ഞാൻ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്നത് സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പത്രിക ഇതൊരു സ്ഥലമുണ്ട് ഗൈസ്. ഇതും നമ്മൾ ഫുഡ് വാങ്ങുന്ന സ്ഥലം തന്നെയായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ നെഞ്ചു കുളു കുളു കുളുവാന്ന് എടുക്കുന്നത് പോരെ ഫുൾ എന്തോ എന്താ കൺട്രോളിങ് ഗൈസ്, കൺട്രോളിങ്. എല്ലാവരും കൺകുളിർക്ക് കൺട്രോളില്ല. ഇത് കാണുമ്പോൾ നമുക്കെല്ലാം ഉടമ്പെല്ലാം ശരീരമെല്ലാം കോരിത്തരിക്കണില്ല. നമ്മുടെ നോമ്പെടുത്ത് പെരുന്നാളിനെ എങ്ങനെയാണ് വരവേൽക്കുന്നത് കണ്ടില്ല. ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ കോരിത്തരിക്കുന്നുണ്ട്. കാരണം എത്രയോ വർഷം നാട്ടിലിരുന്നിട്ട് തന്നെ തോർത്തല ഫുള്ളായിട്ടും നല്ല അടിപൊളി. എത്രത്തോളം എവിടെയൊക്കെ ഫുള്ള് പള്ളി മുതൽ റോഡ് വരയ്ക്കുമുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മളെന്നും ഒരേമാതിരി ചോറ് വാങ്ങണം ഒരേ വീഡിയോയിലുണ്ടാവില്ല. ഇതേമാതിരി ഡെക്കറേഷൻ്റെ വീഡിയോസൊന്നും നമ്മൾ ഇടാത്ത കാരണം എന്താ വെച്ചാൽ അന്നൊന്നും ഡെക്കറേഷൻ ഉണ്ടായിരുന്നു, ഇത്ര വലിയ ഡെക്കറേഷനൊന്നും ഇല്ല. അതോട് സംബന്ധപ്പെട്ടതാവുണ്ട് ഇതല്ല ഫുള്ളും. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും കാണിച്ചു തരാനൊരു ആഗ്രഹം. അതുകാരം കൊണ്ടാണ് നമ്മൾ ഈ നേരത്ത് വന്നിട്ട് നമ്മൾ ഫോട്ടോ വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഒരു റാമാരി ഉണ്ടായിരുന്നല്ലോ സമ്മയ, എനിക്കത് അങ്ങപ്പോര് കടച്ചു വരയ്ക്കും. ഇതാണ് പെരുന്നാൾ കൊണ്ടാടുന്നത് അല്ലേ? മറ്റേ ഏതോ ഒരു ഈവന്റ് പിള്ളേർ പോണ മാതിരിയല്ലേ കടച്ചു വരയ്ക്കൂ. அப்படியே போயிட்டு போலாமா? അപ്പോൾ മക്കളെ എല്ലാവരും കണ്ടോളി. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. வித்தியாசமாக போட்டிருக்குது. வழுக்குலேயே நிறைய வச்சு போட்டிருக்குறாங்க. பெருநாள் കഴിഞ്ഞ കഴുത്ത് കൂരും തന്നെ. 27 മുതൽ പെരുന്നാൾ വരെക്കും ഇത് സംഭവം ഉണ്ട്. ഇത് ഒരു ദിവസമൊന്നും നമുക്ക് തികയില്ല ഇങ്ങനെ കണ്ടുവരണമെങ്കിൽ. കാരണം അത്രയും ഇത് എനിക്ക് പാത്തിരിക്കണേ എൻ്റെ വഴിയെ. എന്നൊന്നൊരു കാട്ടുമുക്ക് വഴിയാണെന്നോ തിരിച്ച് നിങ്ങളെ കൂടെ ധൈര്യമായിട്ട് വരാം. ഏന്നറിയോ, ഏത് വഴി കൂടെ പോയാലും ആ വഴിക്ക് തന്നെ കൊടുത്ത് നമ്മളാക്കും. എവിടെ വേറെ എന്തോ ലൈറ്റ് കണ്ടിട്ടുണ്ട്, വണ്ടി തിരിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി തിരിച്ചു, വേറെ ഡെക്കറേഷൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ വന്ന വഴി തന്നെയുള്ളത് ഇത്. ഫസ്റ്റ് നമ്മൾ സാപ്പാട് വാങ്ങുമ്പോൾ എന്താണിത്? അതാ എനിക്ക് കണ്ടിട്ട് എന്താണ് എന്തൊക്കെയൊന്നും മനസ്സില്ല. എന്തിലൊന്നും നമ്മൾ വന്നിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. മൂന്നാല് ഇടം മാത്രമേ നമുക്കറിയുള്ളൂ. ആ മൂന്നാല് ഇടം ഞങ്ങൾ പോയി ചുറ്റി കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ എങ്ങനെ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. അറിയാത്ത സ്ഥലത്ത് കൂടെ നമ്മൾ എന്തായാലും നടക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചത്. നമ്മൾ വന്നത് അപ്പുറത്ത് കൂടെ, തിരിച്ച് പോണത് ഇപ്പുറത്ത് കൂടെ. അപ്പോൾ ഇപ്പുറത്തെ ഡെക്കറേഷനും കാണും. ഇപ്പുറത്തെ അപ്പോൾ നമ്മുടെ ഡെക്കറേഷനാണ്. ഇവിടെ എന്താ സംബന്ധിച്ചാൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെക്കും ഉറങ്ങി. ഒന്നത്തെ ദിവസം ഉറങ്ങില്ല, ഫുള്ളും
ഇന്നത്തെ നിസ്കാരവും ലൈലത്തുൽ ഖദറിൻ്റെ നിസ്കാരമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് റോട്ടിൽ കൂടെ. അപ്പോൾ നമ്മുടെ ക്യൂ എന്തായിന്ന് അറിയില്ല. നമ്മൾ പോകുമ്പോൾ ഫുഡ് എന്തായാലും അടുപ്പിലായിരുന്നു, കഴിക്കണമെന്ന് അറിയില്ല. നമുക്ക് 3 മണിക്കാണ് നമുക്ക് ചോറ് തരൽ. പോയി വാങ്ങുക, മറ്റേ കഴിക്കുക, സുബഹി നിസ്കരിക്കുക, കടന്നുറങ്ങുക. ഇതാണ്. കുറച്ച് നേരം ഉറങ്ങണം നമ്മൾ കഴിച്ചാൽ, കാരണം ഇന്ന് ഫുള്ള് ഉറക്കമുണ്ടായിട്ടില്ല ഞങ്ങൾക്ക്. ഇതാണ് കേരള മദ്രസ. ഇതിൻ്റെ പേര് കേരള മദ്രസ. ഇത് നമ്മുടെ മുഹമ്മദ് പുറാറി. നമുക്ക് ഇന്നലെയും ഇവിടുന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു, ഇന്നും ചിക്കൻ ബിരിയാണി ആണ്. ഇതിപ്പോൾ ഇനി നോമ്പിൻ്റെ 4 ഉള്ളൂ. 2 ദിവസം ചിലപ്പോൾ നെയ്ച്ചോറും വെറുംചോറും ആവാനും ചാൻസ് ഉണ്ട്, പറയാൻ പറ്റൂല. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ലഞ്ചാകാം, അപ്പോൾ ഇനി ഇടുമെന്ന് അറിയില്ല. അപ്പോൾ ബിരിയാണിയാണ് റെഡി ആയിക്കൊണ്ട് ഇപ്പോൾ ദമ്മൂട്ടിട്ടുള്ളൂ. ബിരിയാണി ഇപ്പോൾ ദമ്മൂട്ടിട്ടുള്ളൂ. എല്ലാവരും നിസ്കാരം വഴുകിയുണ്ടല്ലേ, നിസ്കാരമൊക്കെ മറ്റു നമ്മുടെ രാവിലെ നിസ്കാരമൊക്കെ വരുന്നുണ്ട്. സംഭവം ഒക്കെ വഴുകിയത് ആയിരുന്നുകൊണ്ട് ടോട്ടലും വഴുകി. അപ്പോൾ ബിരിയാണി ദമ്മിട്ടിട്ടുണ്ട്. ഒരു വിറ്റ് എന്തായിട്ടുണ്ടെന്ന് അറിയാം, ഞങ്ങൾ സെഞ്ചി വെച്ച് പോകുമ്പോൾ എന്തായിരുന്നു, ഞങ്ങൾ സെഞ്ചി വെച്ച് പോകുമ്പോൾ ലാസ്റ്റത്തെ ഞങ്ങളുടെ സെഞ്ചി ആയിരുന്നു പാത്രം വന്നു കഴിഞ്ഞപ്പോൾ ഒരു സെഞ്ചി അവിടെ ഉണ്ട് വെച്ച് കൊടുത്ത്, ഇന്നൊരു സെഞ്ചി 5 ആളുടെ ബാക്കിൽ. അതെങ്ങനെ മനസ്സിലാവും? അപ്പോൾ നമ്മളെന്തായാലും കംപ്ലൈൻറ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോക്ക് അയാൾ ഒരു ഈ സെഞ്ചി വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം കാണിക്കാതെ പ്രൂഫ് ഞങ്ങൾ ഫോട്ടോ എടുത്ത് പോകുന്ന കാര്യം കൊണ്ട്. അപ്പോൾ സെഞ്ചി പിന്നെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. മെനക്കെടുത്ത് രാത്രി 2 മണിക്ക് എന്തെങ്കിലും വിളിച്ചിട്ടുണ്ട്. നേരത്തെ വാങ്ങിയിട്ട് പോയിട്ട് ചോറൊക്കെ വാങ്ങിയിട്ട് വന്ന് നമ്മൾ തിരിക്കുമ്പോൾ ഇനി വേറൊരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം 3:45 കഴിഞ്ഞ് വന്ന് ഇതൊക്കെ ഉണ്ടാക്കി തിന്നുമ്പോൾ നേരം പോകുമ്പോൾ നമ്മൾ മദർസയുടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഫുഡ് കഴിച്ച് വന്ന് നോക്കുമ്പോൾ അവിടെയും പാർസൽ. അത്ര നേരം അവിടെ എന്തിനാ പോയി നിന്നതെന്ന് അറിയില്ല. അറിഞ്ഞില്ല ഞങ്ങൾ ഇവിടെ തന്നെ കഴിച്ചിട്ട് ഇവിടെ തന്നെ വാങ്ങിയിട്ട് വരണം. അത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ ഇവിടെ 2 പാത്രം എടുത്തിട്ട് നമ്മൾ വാങ്ങിക്കൊടുത്തു. നമുക്ക് ഓൾറെഡി ബിരിയാണി ഉണ്ട്. അപ്പോൾ കിട്ടാത്തായ അമ്മായിമാക്കും പിന്നെ അങ്ങനെ തറവാട് വഴി അങ്ങനെ വീട്ടിലൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവരും കഴിക്കട്ടെ പറഞ്ഞിട്ട്, കിട്ടാത്തവർക്കും അത് കിട്ടുമ്പോൾ ഒരു കുടുംബയുടെ. അപ്പോൾ ബിരിയാണി ഇപ്പോൾ കുറച്ചും കൂടി ബാക്കിയുണ്ട്, അത് കുട്ടികൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇയാൾക്കൊക്കെ ബിരിയാണി നിന്നിട്ട് മതിയായിരിക്കും. ഇനി ഇതൊരു ബിരിയാണി വേണ്ട, വെറും ചോറ് മതി അറിയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ രാത്രിക്കുള്ള നമ്മളുടെ ഡയറ്റിംഗ് പൊരിയൽ, മനസ്സിലായോ? ഡയറ്റിംഗ് പൊരിയൽ, ക്യാരറ്റും ബീൻസും, ഇതാണ് നമ്മുടെ പൊരിയൽ. നമ്മുടെ ചിക്കൻ്റെ കുറച്ച് പാർട്സും ഒരു 4 കാലും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ഗ്രേവി ഉണ്ട്. പിന്നെ സാമ്പാറുണ്ടായി. പിന്നെ എപ്പോഴും പോലത്തെ നമ്മുടെ ജ്യൂസുകൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും, അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, ഇതാണ് തമിഴ്നാട്ടിലത്തെ പെരുന്നാളിൻ്റെ പവർ. ഞാൻ ഇത്രയും വർഷം നമ്മുടെ നാട്ടിൽ ജനിച്ചിട്ട് കല്യാണം കഴിയുന്നവർക്ക് നാട്ടിലേക്ക് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വേറെ ഒന്നും സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒരു പെരുന്നാളിൻ്റെ ഇതാ പെരുന്നാൾ അത്ര ഇവിടെ കണ്ണിൻ്റെ കുളിർന്ന് ഭയങ്കര സന്തോഷമായിരിക്കും. നിയാസിനോട് സനാണ് നിങ്ങൾ മാത്രം പോയി, നമുക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. പിറ്റേഴ്സ് സ്കൂൾ ലീവാണെങ്കിൽ കൂടെ നമുക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കണ്ണിന് കുളിർന്നുള്ള ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്.